അല്ലെങ്കിൽ ഞാൻ എന്ന് പറയുന്ന വ്യക്തി അങ്ങനൊരു ഹോളാണ്. തമ്പുരാൻ്റെ അതിശക്തമായ പ്രകാശകിരണം എൻ്റെ ജീവിതത്തിലേക്ക് വരാനുള്ള വലിയൊരു ഹോള്. അതിൽ ഞാൻ സന്തോഷിക്കുന്നുണ്ട്, അഭിമാനിക്കുന്നുണ്ട്. എന്നെ അറിയുന്ന ആളുകളോട് ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങളൊരിക്കലും എൻ്റെ ജീവിതത്തെ വിലയിരുത്തേണ്ടത് ആൽഫി എന്ന് പറയുന്ന ഒരു വ്യക്തി ഇത്രയും പ്രതിസന്ധി ഉണ്ടായിട്ട് എല്ലാം മറികടന്ന് ചിരിച്ച് സന്തോഷമായിട്ട് ജീവിക്കുന്നു എന്നല്ല. പകരം എനിക്ക് പറയാനുള്ളത്, എൻ്റെ ജീവിതത്തിലേക്ക് ദൈവം ഇറങ്ങി വരാൻ വേണ്ടി ദൈവം വെച്ച ആ ഒരു വിടവായിരുന്നു എൻ്റെ ഈ രോഗം. ദൈവം എന്നെ കരുതിയതുപോലെ ഈ ലോകത്ത് എന്നെ ആരും കരുതിയിട്ടില്ല. ചേച്ചിക്ക് ദൈവമായിട്ട് നല്ലൊരു റിലേഷൻ ഉണ്ടെന്ന് ചേച്ചിയുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. ശരിക്കും ഈശോയായിട്ടുള്ള ആ ഒരു അടുപ്പം തുടങ്ങിയതും ഡെവലപ്പ് ചെയ്തതൊക്കെ എങ്ങനെയായിരുന്നു? എൻ്റെ ഒരു ലൈഫിലെ ഞാൻ പ്രതീക്ഷിക്കാത്ത സാഹചര്യങ്ങളിലാണ് തമ്പുരാനെ ഞാൻ കണ്ടുമുട്ടിയിട്ടുള്ളത്. ചില സമയത്ത് വ്യക്തികളിലൂടെ, ചില സമയത്ത് സംഭവങ്ങളിലൂടെ, ചില സമയത്ത് ഞാൻ പങ്കെടുത്ത ധ്യാനങ്ങളിലൂടെ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടൊരു ധ്യാനം കൂടുന്നത് 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്താണ്. അന്ന് ഇവർ പറഞ്ഞത്, ഒരു ധ്യാനത്തിന് പങ്കെടുക്കുകയാണെങ്കിൽ എൻ്റെ കാര്യത്തിൽ ഒത്തിരി മാറ്റം വരുമെന്ന് പറഞ്ഞു കേട്ടിട്ടാണ് ഞാൻ പോയത്. അന്ന് നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ കുറേ സ്തുതിപ്പ് മാത്രമാണ് എനിക്കത്. എന്തായിരുന്നു ആ ധ്യാനത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുറേ പേര് സ്തുതിക്കുന്നുണ്ട്, കുറേ പേര് പ്രാർത്ഥിക്കുന്നുണ്ട്, അത് മാത്രമേ ഞാൻ അറിയുന്നുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് ഞാനൊരു 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഒരു ധ്യാനം, ദിവ്യകാരുണ്യ ധ്യാനം കൂടണമെന്ന് പറഞ്ഞു. അതിനിടയിൽ പല ധ്യാനങ്ങളും ഞങ്ങൾ കൂടിയിട്ടുണ്ട്. മമ്മിയുടെ കൂടെ ഞാനും മമ്മിയും മാത്രമായിട്ട് പോയി ധ്യാനം കൂടിയിട്ടുണ്ട്. അല്ലാതെ കുടുംബക്കാരുടെ കൂടെ പോയിട്ട് അങ്ങനെ ധ്യാനം കൂടിയിട്ടുണ്ട്. അപ്പോൾ ഈ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ദിവ്യകാരുണ്യ ധ്യാനം കൂടണമെന്ന് പറഞ്ഞു. ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിൽ ഞാനിങ്ങനെ ഏറ്റവും അധികം ഭംഗിയുള്ള ഫ്രെയിമായിട്ട് ഞാൻ എടുത്തു വെക്കുന്ന ഈ ദിവ്യകാരുണ്യമാണ്. ദിവ്യകാരുണ്യ പ്രദക്ഷിണം നടക്കുന്ന സമയത്ത് അൾത്താരയിൽ എഴുന്നള്ളിച്ച് വെച്ചിരിക്കുന്ന തമ്പുരാൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അച്ഛൻ ഉറക്കെ വിളിച്ചു പറയുവാണ്. ഞാനിങ്ങനെ തമ്പുരാനെ ഇങ്ങനെ തൊട്ട് നിന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ അച്ഛൻ ഉറക്കെ വിളിച്ചു പറയുവാണ്, എല്ലാവരും ശക്തമായിട്ട് പ്രാർത്ഥിക്കുക, ഉറപ്പായിട്ടും ആ ദിവ്യകാരുണ്യത്തിൽ നിന്ന് ശക്തി പുറപ്പെട്ട് ഈ മകള് സുഖപ്പെടും. കാരണം അത് പറയാനൊരു കാര്യം കൂടിയുണ്ട്, മുതിർന്നവർക്കുള്ള ധ്യാനമായിരുന്നു അത്. അപ്പോൾ ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഏറ്റവും കുഞ്ഞായിരുന്നു ഞാൻ, 9 ചെറിയ കുട്ടിയായിരുന്നു. അപ്പോൾ അച്ഛൻ ഇങ്ങനെ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. എനിക്ക് വേറെ ഒന്നും ഫീൽ ചെയ്തിട്ടില്ല, പക്ഷേ ആ ദിവ്യകാരുണ്യത്തിൽ നിന്ന് ശക്തിയുള്ള ചൂട് എൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ വന്ന്, വലിയൊരു പ്രകാശം മുഖത്തേക്ക് വന്ന്, നമ്മളിങ്ങനെ പാലിലൊക്കെ കുളിക്കുക എന്ന് പറയില്ലേ, അതേപോലുള്ളൊരു ഫീലിംഗ് ഞാൻ അനുഭവിച്ചിരുന്നു. പക്ഷേ എനിക്കതിനെ എത്ര ഗൗരവത്തോടെ കാണാൻ പറ്റിയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ അറിയത്തില്ല. അതേ തുടർന്ന് പിന്നീട് എല്ലാ വർഷങ്ങളിലും എവിടെയെങ്കിലുമൊക്കെ ഒരു ധ്യാനം പങ്കെടുക്കുന്ന ഒരു ശീലം എനിക്ക് തുടങ്ങി. അതിനുള്ള സാഹചര്യം കൃത്യമായിട്ട് ദൈവം എനിക്ക് കൊണ്ടു തന്നിട്ടുണ്ട്. കൂടുതലും ഞാൻ പങ്കെടുത്തിരിക്കുന്ന ഒന്നുകിൽ തപസ് ധ്യാനങ്ങളായിരുന്നു. ചെറിയ പ്രായത്തിലൊക്കെ വലിയ തപസ് ധ്യാനത്തിന് പോയി പങ്കെടുക്കുക. അതായത് 3 ദിവസം ഭക്ഷണം കഴിക്കാതെ പ്രാർത്ഥന മാത്രമായിട്ടിരിക്കുക. പക്ഷെ എനിക്ക് എൻ്റെ ശരീരത്തിനൊരു ക്ഷീണം തോന്നുമോ ഒന്നുമില്ല. അങ്ങനെ ഒരിക്കൽ ധ്യാനത്തിന് എൻ്റെ ശരീരത്തിന്, ഞാൻ പറഞ്ഞിരുന്നു ഈ രോഗത്തിനൊരു വല്ലാത്ത സ്മെല്ലുണ്ട്, പിന്നെ ധ്യാനത്തിന് പങ്കെടുക്കുമ്പോൾ ഞാൻ കുളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ശക്തമായ കുന്തിരിക്കത്തിൻ്റെ മണം അറിയുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ആ സ്മെല്ല് വരുന്നതെന്ന് എനിക്കറിയത്തില്ല. അപ്പം ഞാനോർത്തു താഴെ നിന്ന് അച്ഛന്മാർ പ്രാർത്ഥിച്ച് ചെയ്യുന്നതാണ്. അന്ന് പ്രാർത്ഥനയിൽ അച്ഛൻ പറയുകയാണ്, നിങ്ങൾക്ക് മാതാവിൻ്റെ സാന്നിധ്യം എപ്പോഴും സുഗന്ധമായിട്ട് മാത്രമല്ല ഫീൽ ചെയ്യുക, പകരം കുന്തിരിക്കത്തിൻ്റെ സ്മെല്ല് നിങ്ങൾക്ക് തോന്നും. അങ്ങനെ ഇന്ന് അതിരാവിലെ സ്മെല്ല് ചെയ്ത ആൾക്കാർ ഇവിടെ ഉണ്ടെന്ന്. ശരിക്കും അത് പറയുമ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ മഴ പെയ്യുന്ന ഒരു ഫീലിംഗ് ആയിരുന്നു, തണുപ്പിങ്ങനെ ഇറങ്ങി വരിക. അതായത് ഞാൻ അനുഭവിച്ചത് മാതാവിൻ്റെ ഒരു പ്രസൻസ് ആയിരുന്നു എന്ന് മനസ്സിലാക്കുമായിരുന്നു. അവിടെ വെച്ചും ദിവ്യകാരുണ്യം എന്നെ വല്ലാതെ സ്പർശിച്ചിട്ടുണ്ട്. അതായത് ഇങ്ങനെ നിറയെ വിളക്കുകൾക്ക് നടുവിൽ ഇങ്ങനെ എഴുന്നള്ളിച്ച് വെച്ചിരിക്കുന്ന ദിവ്യകാരുണ്യത്തിൽ നോക്കി നിൽക്കുമ്പോൾ എനിക്ക് ചുറ്റുമുള്ളത് മുഴുവനും മാഞ്ഞു പോവുക. ഞാനും ആ ദിവ്യകാരുണ്യവും മാത്രമായിരിക്കുക. അവിടെ നിന്നിങ്ങനെ ശക്തി ഇങ്ങനെ എൻ്റെ അരികിലേക്ക് വരിക, ചൂടായിട്ടും പ്രകാശമായിട്ടും എൻ്റെ അടുത്തേക്ക് വരിക. പറഞ്ഞറിയിക്കാനാവാത്ത വലിയൊരു സന്തോഷം ഇങ്ങനെ ഫുള്ള് മനസ്സ് മുഴുവനും നിറഞ്ഞ് ഞാൻ വാവിട്ട് കിടന്ന് കരയും. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് കുറേ വർഷങ്ങൾക്ക് ശേഷം ഞാൻ മക്കിയാട് ധ്യാനത്തിന് പോകുമ്പോൾ
എന്നെ കൗൺസിൽ ചെയ്തപ്പോൾ ആ ചേച്ചി ചോദിച്ചു, ദിവ്യകാരുണ്യ സമയത്ത് ഏറ്റവും കൂടുതൽ അനുഗ്രഹം കിട്ടിയ ഒരാളാണ് നീ, അതെങ്ങനെയാണെന്ന് നിനക്കത് ഫീൽ ചെയ്തില്ലേന്ന് ചോദിച്ചു. സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിലപ്പോൾ എന്തായിരുന്നു ദിവ്യകാരുണ്യത്തിൽ എനിക്ക് ഉണ്ടായ അനുഭവം എന്നറിയില്ല. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ദിവ്യകാരുണ്യത്തിൻ്റെ ഒരു ഫ്രെയിം എൻ്റെ ഇങ്ങനെ മനസ്സിലേക്ക് എടുത്ത് ഒപ്പി വെച്ച പോലെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അങ്ങോട്ടേക്ക് ഏത് ദിവ്യകാരുണ്യത്തിൽ പോയി പങ്കെടുക്കുമ്പോഴും, ഒരു ധ്യാനം ആയിക്കൊള്ളട്ടെ, ദിവ്യകാരുണ്യ ആരാധന ആയിക്കൊള്ളട്ടെ, പങ്കെടുക്കുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിക്കും എന്നെ ഏറ്റവും കൂടുതൽ തവണ തമ്പുരാൻ സ്പർശിച്ചിരിക്കുന്ന ഒരു സാഹചര്യം ദിവ്യകാരുണ്യമായിരുന്നു. അത് പറഞ്ഞറിയിക്കാനാവാത്ത വിധത്തിലുള്ള ഒരു അനുഭവമാണത്. എൻ്റെ എല്ലാ സങ്കടങ്ങളെയും ഏറ്റെടുക്കുന്ന, അല്ലെങ്കിൽ ഈ ദിവ്യകാരുണ്യത്തിൽ ഞാൻ രക്തപ്പാടുകൾ കണ്ടിട്ടുണ്ട്, രക്തം ഇങ്ങനെ ഒഴുകുന്ന ഫീൽ ചെയ്തിട്ടുണ്ട്. ആ രക്തത്തുള്ളി പടർന്ന് ഇങ്ങനെ എൻ്റെ മുഖത്തേക്ക് വന്നിങ്ങനെ ഫുള്ളായിട്ടും വന്ന് പതിക്കുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ദിവ്യകാരുണ്യത്തിൽ എൻ്റെ മുഖത്തുകൂടി രോഗം വരുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് അങ്ങനെ പോലും സാധ്യതകൾ ഉണ്ടായിട്ടും ദൈവം എനിക്ക് അത്രയും ഭാഗം ഒഴിവാക്കി തന്നതെന്നുള്ള വലിയൊരു ബോധ്യം തന്നിട്ടുണ്ട്. പിന്നെ എന്നെ സ്പർശിച്ച മറ്റൊരു ധ്യാനമാണ്, ഞാനൊരു എന്താ പറയുക, ബന്ധനങ്ങളൊക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ട്, പൈശാചിക ബന്ധനമൊക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ളൊരു 3 ദിവസത്തെ ഒരു തപസ് ധ്യാനത്തിന് പോയി പങ്കെടുത്തിട്ടുണ്ട്. ഒരു പക്ഷേ നമുക്കിങ്ങനെ പൈശാചിക ബന്ധനങ്ങളെക്കുറിച്ചൊക്കെ കേട്ടുകേൾവി മാത്രമേ ഉള്ളൂ. എന്താണ് ശരിക്കും നമ്മൾ ധരിക്കുന്ന വസ്ത്രത്തിൽ, നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളിലൊക്കെ ഇത്തരത്തിലുള്ള സാന്നിധ്യങ്ങളുണ്ട് എന്നുള്ളത് വ്യക്തമാക്കുന്ന തരത്തിൽ പല സംഭവങ്ങളും അവിടെ വെച്ചുണ്ടായിട്ടുണ്ട്. അവിടെ നിന്നും എനിക്ക് ഈ ദർശനങ്ങൾ കാണുന്നൊരു ഇതുണ്ട്. അതായത് എനിക്ക് എപ്പോഴും തോന്നാറുണ്ടായിരുന്ന എൻ്റെ തോന്നലുകൾ മാത്രമായിരുന്നെന്ന്. പക്ഷെ അവിടെ വെച്ച് ഞങ്ങളിങ്ങനെ ഒരു ചെറിയൊരു ഗ്രൂപ്പായിട്ട് തിരിച്ചുവിട്ട് കൗൺസിലിങ്ങിന് ഞങ്ങളെ കൊണ്ടിരുത്തി. അവിടെ ഇരുന്ന ഒരു ചേച്ചിയോട് ഞാൻ പറഞ്ഞു, ചേച്ചി ഇങ്ങനെ എന്തോ വലിയ വിഷമത്തിലാണ് വന്നപ്പോൾ ഞാൻ ഈ ചേച്ചിയോട് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു, ചേച്ചി വിഷമിക്കേണ്ട, ഇന്ന കാര്യം നടക്കും. അത് പ്രാർത്ഥനയിലാണ് ഞാൻ പറഞ്ഞതെന്ന് എനിക്കറിയാം. പക്ഷേ അച്ഛൻ അത് കഴിഞ്ഞ് ഞങ്ങളെ തിരിച്ച് ഹോളിലേക്ക് വരുത്തുമ്പോൾ അച്ഛൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ പ്രത്യേകം ഫീൽ ചെയ്തു? അപ്പോൾ ഈ ചേച്ചി വേഗം എഴുന്നേറ്റ് എന്നിട്ട് ഈ ഇരിക്കുന്ന കൊച്ചെന്നോട് ഇങ്ങനെ പറഞ്ഞു. അന്ന് അവിടെ വെച്ചിട്ട് അച്ഛൻ എന്നോട് പറഞ്ഞു, നിങ്ങളൊരു കൗൺസിലറാണോ? അതും ചെറിയ കുട്ടിയായിട്ടാണ് നിൽക്കുന്നത്, നിങ്ങളൊരു കൗൺസിലറാണോ എന്ന് എന്നോട് ചോദിച്ചൊരു സംഭവമുണ്ട്. അത് പിന്നീട് എൻ്റെ ലൈഫിൽ എനിക്ക് പല സാഹചര്യങ്ങളും തോന്നിയിട്ടുണ്ട്. ഒരുപാട് പ്രാർത്ഥനയിൽ ഇരിക്കുന്ന സമയത്ത് തമ്പുരാൻ ഇങ്ങനെ ചില ബോധ്യങ്ങൾ തരും. അത് ചില ആളുകൾക്ക് തരുന്ന മെസ്സേജ് ആയിട്ടായിരിക്കും. ഞാനത് അവരോട് പറയാറുണ്ട്, അത് അതേപോലെ തന്നെ സംഭവിക്കാറുണ്ട്. അപ്പം എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഞാൻ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന 3 കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന് വിശുദ്ധ കുർബാന. വിശുദ്ധ കുർബാന എന്ന് പറയുന്നത്, നിങ്ങൾ നല്ല ഒരുക്കത്തോടു കൂടിയാണ് ഒരു കുർബാനയിൽ പങ്കെടുക്കുന്നതെങ്കിൽ, ഈ ഒരുക്കം എന്ന് പറയുന്നത് നാളെ ഒരു കുർബാനയ്ക്ക് പോകുന്നുണ്ടെങ്കിൽ തലേന്ന് നിങ്ങൾ ഒരുക്കി വെക്കണം. നമ്മൾ എന്തൊക്കെയാണോ തമ്പുരാനെ സമർപ്പിക്കാൻ പോകുന്നത് എടുത്തു വെക്കണം. എന്നിട്ട് പറയണം, ഞാൻ നിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ടെന്ന്. ആനവാതിലിൻ്റെ അടുത്ത് വെളുപ്പാങ്കാലത്ത് നമ്മളെ കാത്തു നിൽക്കുന്ന തമ്പുരാനെ നിങ്ങൾ സ്വപ്നം കാണണം. ആ ആനവാതിലിൻ്റെ ചോട്ടിൽ നിന്ന് തമ്പുരാൻ്റെ കയ്യിൽ നമ്മുടെ സ്വപ്നങ്ങൾ ഏറ്റു കൊടുത്ത് നിങ്ങൾ വിശുദ്ധ കുർബാനയിൽ പോയി നിന്നാൽ, എനിക്ക് ഏറ്റവും കൂടുതൽ അനുഭവം വന്നിരിക്കുന്നത്, മുഴുവൻ സമയം മുട്ടുകുത്തി നിന്ന് ഞാൻ കുർബാന കൂടാറുണ്ടായിരുന്നു. അങ്ങനെ കുർബാന കൂടുന്ന ഓരോ സമയത്തും തമ്പുരാൻ അനുഭവിച്ച പീഡാസഹനം മുഴുവനും ഞാൻ കണ്ട് കരഞ്ഞു തീർത്ത് കുർബാന കൂടിയിട്ടുണ്ട്. എൻ്റെ തമ്പുരാൻ അനുഭവിച്ച ഓരോ മുറിപ്പാടുകൾ, ആ മുറിപ്പാടുകൾ ഇപ്പോൾ നമുക്കറിയാം, തലേ ദിവസത്തെ വിചാരണ സമയത്ത് തമ്പുരാനെ എന്താ പറയുക വല്ലാതെ ഉപദ്രവിച്ചിട്ടുണ്ട്. ആ ഉപദ്രവം കഴിഞ്ഞ് പിറ്റേ ദിവസം ഒരു കുരിശുമരണത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ അനുഭവിച്ചതുപോലെയുള്ള മുറിവുകളും പഴുപ്പുകളും തന്നെയാണ് ആ ശരീരത്തിലുണ്ടായിരുന്നത്. വസ്ത്രത്തോട് ഒട്ടിപ്പിടിച്ച് അത് വസ്ത്രം വലിച്ചു മാറ്റുമ്പോൾ ഉണ്ടായ വേദന എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ കുഞ്ഞുനാൾ ഓർക്കാറുണ്ട്. ആ ഒരു കാൽവരിയിലേക്കുള്ളൊരു യാത്രയിൽ തമ്പുരാൻ അനുഭവിച്ച ഓരോ സാഹചര്യങ്ങളെയും ഞാൻ വിശുദ്ധ കുർബാനയിൽ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഇങ്ങനെ മനസ്സ് നിറഞ്ഞു കൂടിയ വിശുദ്ധ കുർബാന സമയത്ത് സ്വീകരിക്കുന്ന തമ്പുരാൻ നമ്മുടെ ഹൃദയ സക്രാരിയിൽ എഴുന്നള്ളി വന്ന സന്തോഷം അനുഭവിച്ചിട്ട് ഇങ്ങനെ ഹൃദയത്തിൽ വെക്കും. എൻ്റെ ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ ഹൃദയം കിടന്ന് വല്ലാതെ വൈബ്രേറ്റ് ചെയ്യുന്നത് ഞാൻ ഫീൽ ചെയ്തിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിലെ മറ്റൊരു വലിയ സംഭവമാണ് കുമ്പസാരം. നമ്മളൊക്കെ അതൊരു വളരെ ലഘുവായിട്ട് കാണാറുണ്ട്. പക്ഷേ എനിക്ക് കുമ്പസാരം എന്ന് പറയുന്നത് എത്ര വലിയ അനുഭവമാണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. നേരത്തെ ഒരുങ്ങണം. അതായത് നമ്മളെ കുമ്പസാരിപ്പിക്കുന്ന വ്യക്തിയെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഓരോ പാപങ്ങളും എടുത്തെടുത്ത് വെക്കണം. എടുത്തു വെച്ച് തമ്പുരാൻ്റെ അടുത്ത് ചോട്ടിൽ ചെന്ന് നിന്നിട്ട്, ഒരിക്കലും ഞാൻ അച്ഛൻ്റെ അടുത്ത് ചെന്നിട്ട് അച്ഛാ എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണേ എന്നല്ല, ഞാൻ എൻ്റെ ഈശോയെ എന്ന് വിളിച്ചിട്ടാണ് ഞാൻ ചോദിക്കാറുള്ളത്. ഇത്ര നാളായി ഞാൻ കുമ്പസാരിച്ചിട്ട് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് ഓരോ പാപം പറയുമ്പോഴും നമ്മുടെ നെഞ്ചു പൊട്ടുന്ന വേദന വരും. ഞാൻ ഒരുപാട് കരഞ്ഞുകൊണ്ട് മാത്രം കുമ്പസാരിക്കാനുള്ളൊരു അനുഗ്രഹം തമ്പുരാൻ തന്നിട്ടുണ്ട്. വലിവായിൽ നിന്ന് കരഞ്ഞ് ഞാൻ കുമ്പസാരിച്ചിട്ടുണ്ട്. കുമ്പസാരം കഴിഞ്ഞ് ആ കുമ്പസാരക്കൂടിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സ്വർഗം തന്നെ നമ്മുടെ കൂടെ ഇങ്ങനെ പൂമഴ പെയ്ത് നനഞ്ഞ് കുളിർപ്പിച്ച് നമ്മളെ കൊണ്ടുപോകുന്നൊരു സന്തോഷമുണ്ട്.
ഈ കുമ്പസാരത്തിൽ എപ്പോഴും നല്ല ഒരുക്കത്തോടു കൂടി മാത്രം പങ്കെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അനുഭൂതി പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. മൂന്നാമത്തെ വലിയൊരു സംഭവമാണ് ദിവ്യകാരുണ്യം. ഈശോ ഒരു അപ്പത്തിൻ്റെ രൂപത്തിൽ എഴുന്നള്ളി വന്നിരിക്കുന്നുവെന്ന് നമ്മൾ പറഞ്ഞ് കേട്ട് ക്ലീശയായ ഒരു കാര്യമാണ്. പക്ഷെ അത് ജീവിതം കൊണ്ട് ഇങ്ങനെ തമ്പുരാൻ്റെ ആ തുടിക്കുന്ന ഹൃദയത്തെ തൊട്ട് മനസ്സിലാക്കിയിട്ടുള്ള പല സംഭവങ്ങളും എനിക്കുണ്ട്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വേദനകളെ മുഴുവനും ഞാൻ ഇറക്കി വെച്ചിരിക്കുന്നത് തമ്പുരാൻ്റെ അടുത്ത്. അവിടെ ചെന്ന് നിന്ന് എനിക്കറിയില്ല, എനിക്ക് ഒരു പരിധി വിട്ട് ഞാൻ വല്ലാതെ കരയാറുണ്ട് ആ ഒരു സമയത്ത് ദിവ്യകാരുണ്യത്തിന് മുമ്പിലിരിക്കുമ്പോൾ. അതിന് കാരണം എന്താണെന്നറിയില്ല. ഒരു പക്ഷേ ഞാൻ അനുഭവിക്കുന്ന ഒരു ആത്മസന്തോഷം കൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഈശോയോട് ഞാൻ എൻ്റെ ഏറ്റവും വലിയ വേദനയിൽ ഞാൻ ഈശോയോട് ചോദിക്കുന്ന ഒറ്റ ചോദ്യമുള്ളൂ, ഐ ജസ്റ്റ് നീഡ് എ ഹഗ് ഫ്രം യു ജീസസ്. അതെനിക്ക് എപ്പോഴും കിട്ടുന്നത് ഈ ദിവ്യകാരുണ്യത്തിലാണ്. നമ്മളിങ്ങനെ മഞ്ഞ് പൊതിയുന്ന ഫീലിംഗ് എന്ന് പറയാം. നമുക്ക് ചുറ്റും മഞ്ഞിൻ്റെ ഒരു മൂടുപടലം വന്ന് നിന്ന് സ്വർഗത്തിൽ നിന്ന് മാലാഖമാർ വെള്ള കുപ്പായമിട്ട് ഇങ്ങനെ വരിവരിയായി നിൽക്കുന്നു. വിളക്കുകൾ തെളിച്ച് നിർത്തി ദിവ്യകാരുണ്യം ഇങ്ങനെ പ്രകാശത്തിൽ നിൽക്കുന്നു. ഈ ലോകത്തിൽ ഒരുപക്ഷെ നമ്മളിങ്ങനെ പറയും, നിങ്ങൾ ഏത് സ്ഥലത്ത് നിന്ന് മരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, ദിവ്യകാരുണ്യത്തിന് ചൂട്ടിൽ ആ തമ്പുരാൻ്റെ അരളിക്കയുടെ ആ കാലിൽ പിടിച്ചു നിന്ന് മരിക്കാനായാൽ അത്രയും സന്തോഷമാണ് എനിക്ക്. ദിവ്യകാരുണ്യമായുള്ളിൽ വായനീശുവേ, നവ്യഭോജ്യമായ നാവിൽ വാ പൊന്നീശോയേ, കുളിരേകും മഴ നീർത്തുള്ളി മണ്ണിൽ ചേരുമ്പോൾ, നീറമേകും മഴവിൽ കുടിവാനിൽ ചേരുമ്പോൾ, സ്വയമേ മറന്നു നിന്നിൽ ഈ വിശുദ്ധ കുർബാനയെക്കുറിച്ച് പറയുമ്പം എനിക്ക് മറക്കാനാവാത്തൊരു സംഭവം കൂടെ ഉണ്ട്. നമ്മൾ ബൈബിളിൽ കാണാറുണ്ട് ചുങ്കക്കാരനും ലേവായൻ്റെയും ഒരു ഇൻസിഡൻറ്റ്. അതായത് സ്വയം വിശുദ്ധിയില്ല എന്ന് വിചാരിച്ച് ദേവാലയത്തിൻ്റെ ഏറ്റവും പിന്നിൽ നിന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഇതേപോലെ തന്നെയായിരുന്നു എൻ്റെയും ഒരു ചിന്ത. അതായത് ദേവാലയത്തിനുള്ളിൽ കയറുമ്പോൾ തമ്പുരാൻ്റെ അടുത്ത് ചെന്ന് നിൽക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ അത്രയൊക്കെ യോഗ്യത എനിക്കുണ്ടോ എന്നുള്ള ഈ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എനിക്ക് ആളുകളോടുള്ളതിനേക്കാൾ കൂടുതൽ ദൈവത്തോടായിരുന്നു. ഞാൻ വല്ലാതെ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. എനിക്കതിനുള്ളൊരു യോഗ്യതയില്ല, ഇവിടെയുള്ളവരെ എനിക്ക് എല്ലാവരും വിശുദ്ധരാണ്, ഞാൻ ഒഴികെ. അങ്ങനെയാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എപ്പോഴും ആനവാതിലിൻ്റെ ചോട്ടിൽ ആ ഭാഗത്ത് എവിടെയെങ്കിലും ഒതുങ്ങി നിന്ന് പ്രാർത്ഥിച്ച് പോരുന്ന ഒരു ശീലമാണ് എനിക്ക്. ഇപ്പോൾ എറണാകുളത്തൊരു ധ്യാനത്തിൽ പങ്കെടുക്കുന്ന സമയത്ത് ചെറിയൊരു പ്രാർത്ഥനാ മുറിയാണ്. അന്ന് കുർബാന നടക്കുമ്പോൾ ആ ബലി അർപ്പിച്ചുകൊണ്ടിരുന്ന പുരോഹിതൻ പറയുകയാണ്, നിങ്ങളെല്ലാവരും ബലിപീഠത്തിന് അടുത്തോട്ട് വരൂ. എന്നെ സംബന്ധിച്ചിടത്തോളം അതെനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു. അപ്പോൾ അച്ഛൻ ഇങ്ങനെ പറയുന്നത് കൊണ്ട് മാത്രം ഞാനിങ്ങനെ അടുത്തോട്ട് നിന്നു. അപ്പോൾ അടുത്ത് നിൽക്കുമ്പോൾ അച്ഛൻ എന്നെ ഇങ്ങനെ വിളിച്ചിട്ട് ഇങ്ങ് വരൂ, എന്നിട്ട് കൈ ബലിപീഠത്തിൽ വെക്കാൻ പറഞ്ഞു. 2 കൈയും ബലിപീഠത്തിൽ വെച്ചിട്ട് ഒരു കുർബാന അർപ്പിച്ചൊരു സംഭവമുണ്ട്. ഒരു പക്ഷേ ഞാൻ പറയും, സ്വർഗം അന്ന് അവിടെ ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ആ സ്വർഗത്തിൽ മേഘപാളികൾക്കിടയിൽ പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ ദൈവത്തിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ സംഗമ സ്ഥലത്ത് സകല വിശുദ്ധരുടെയും പരിശുദ്ധ അമ്മയുടെയും സാന്നിധ്യത്തിൽ നിന്ന് ഞാനൊരു ബലി അർപ്പിച്ച ഫീലിംഗ് എനിക്ക് അവിടെ നിന്നുണ്ടായി. അന്ന് ഒരു പ്രാർത്ഥന എനിക്ക് തിരിച്ചു ചൊല്ലാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഞാൻ കരയുമായിരുന്നു. അത്രയും അതായത് നമ്മളിങ്ങനെ അപ്പവും വീഞ്ഞും എടുത്ത് വാഴ്ത്തുമ്പോൾ ഞാനിങ്ങനെ ഫുള്ള് വിറയ്ക്കുമായിരുന്നു, എൻ്റെ ശരീരം മുഴുവൻ വിറയ്ക്കുമായിരുന്നു. അത്രയും അടുത്ത് നിന്ന് ഈശോയെ കണ്ട ഒരു സംഭവം, അല്ലെങ്കിൽ അടുത്ത് ചേർന്ന് നിന്ന് ദിവ്യകാരുണ്യം സ്വീകരിച്ചത്. അപ്പോൾ എനിക്കെപ്പോഴും തോന്നാറുണ്ട്, വിശുദ്ധ കുർബാനയൊക്കെ നമ്മൾ വിചാരിക്കുന്ന പോലെ അരമണിക്കൂറിൻ്റെ ഒരു ചടങ്ങോ 3/4 മണിക്കൂറിൻ്റെ ഒരു ചടങ്ങോ അല്ല. അതിനെല്ലാം അപ്പുറത്തേക്ക് നമ്മൾ ഒരുക്കത്തോട് തമ്പുരാൻ്റെ അടുത്തേക്ക് ചെന്നാൽ നമ്മളിങ്ങനെ ചേർത്ത് പിടിക്കാൻ വേണ്ടി കൊതിയോടെ കാത്തു നിൽക്കുന്ന ഒരു ദൈവത്തെയാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് കിട്ടിയതെല്ലാം ഞാൻ തമ്പുരാനെ സ്നേഹിച്ചത് കൊണ്ടല്ല, തമ്പുരാൻ എന്നെ സ്നേഹിച്ചത് കൊണ്ട്. ആളുകളോടുള്ള പോലെ ഇതേ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് കൊണ്ട് മാത്രം തമ്പുരാനെ കണ്ടുകൊണ്ടിരുന്ന ഞാൻ ഒരു കൗൺസിലിങ്ങിൽ വെച്ചിട്ടാണ് കേൾക്കുന്നത്. ആ കൗൺസിലിംഗ് റൂമിൽ ഒരുപാട് ആളുകളുണ്ടായിരുന്നു. അപ്പോൾ ആ കൗൺസിൽ ചെയ്യുന്ന ചേച്ചി എന്നോട് പറഞ്ഞു, ചേച്ചിക്ക് കുറേ സഹനങ്ങളുണ്ട്. അപ്പം എൻ്റെ മനസ്സിലൂടെ കടന്നു പോയത് ഇത്രേ ഉള്ളൂ, ഒത്തിരി സഹനങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവം അവരെ അത്രയും സ്നേഹിക്കുന്നുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ എനിക്കൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ദൈവത്തിന് എന്നോടുള്ള അളവ് കുറവായിരിക്കും, എന്നെക്കാളും എന്തോരം ഈ ചേച്ചി സ്നേഹിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ ആവാൻ പറ്റുമായിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ച് ഞാൻ എൻ്റെ മനസ്സടക്കുന്നതിന് മുമ്പ് തന്നെ ഈ ചേച്ചി എന്നോട് പറഞ്ഞു, ശക്തമായൊരു പ്രേരണ കിട്ടുന്നുണ്ട്, തമ്പുരാൻ പറയുന്നുണ്ട്, ഈ ഹാളിലിരിക്കുന്ന ആരെക്കാളും അല്ലെങ്കിൽ ഈ ലോകത്തിലുള്ള മുഴുവൻ വ്യക്തികളെ എടുത്തു നോക്കിയാൽ ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്നത് ഇവളെയാണ്. അത് വെറുതെ സ്നേഹിക്കുകയല്ല, തിരഞ്ഞെടുത്ത് സ്നേഹിക്കുകയാണ്. അന്ന് ഞാൻ അവിടെ ഇരുന്ന് കുറേ നേരം കരഞ്ഞു.
ഒരുപക്ഷെ ഇന്ന് ഇത്രയും കാലഘട്ടം നമുക്ക് പല സാഹചര്യങ്ങളുണ്ട്. ഇപ്പം ഈശോയുടെ ജീവിതം എടുത്തു നോക്കിയാൽ 30 വയസ്സ് വരെ മാതാപിതാക്കളുടെ കൂടെയായിരുന്നു. തീർച്ചയായിട്ടും ഞാൻ തമാശ പോലെ പറയാറുണ്ട്, ഒരു കല്യാണം കഴിക്കട കർത്താവേ എന്ന് പറഞ്ഞ് മാതാവ് പിന്നാലെ ചിലപ്പോൾ ചെന്നിട്ടുണ്ടാവും, വല്ലാതെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടാവും. അയൽപ്പക്കക്കാർ ഇവൻ എന്ത് ചെയ്യുന്നതെന്ന് ചോദിച്ച് തമ്പുരാനെ വിഷമിപ്പിച്ചിട്ടുണ്ടാവും. ഈ സഹനങ്ങളെല്ലാം തമ്പുരാൻ കടന്നു പോയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് പരസ്യ ജീവിതകാലത്തോട്ട് വരുന്നത്. ഇതേപോലെ തന്നെ വലിയൊരു പ്രായം, ഇപ്പം നമ്മൾ കല്യാണം എന്ന് പറയുന്ന ആ ഒരു കാലഘട്ടം, അല്ലെങ്കിൽ പഠനം എന്ന് പറയുന്ന ഒരു കാലഘട്ടം, ജോലി മേഖലയൊക്കെ ഞാൻ തിരഞ്ഞെടുത്തത് ഒരു ടീച്ചിങ് ഫീൽഡാണ്. നമ്മൾ പുതിയതായിട്ട് ഒരു ക്ലാസ് റൂമിലേക്ക് ചെല്ലുമ്പോൾ ഒരു ടീച്ചർ എന്നുള്ള നിലയ്ക്ക് ഞാൻ ആദ്യം കുട്ടികളെ മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു കാര്യം ഈ രോഗം പകരില്ല എന്നുള്ളതാണ്. എനിക്കൊരു കുട്ടി അടുത്ത് ചെല്ലുമ്പോൾ പകരുമോ എന്ന് പേടിച്ച് ബസ്സിലൊക്കെ സ്ഥലം മാറിയിരിക്കുന്ന ആളുകളെയൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം എനിക്ക് ക്ലാസ് റൂമിൽ ഒരിക്കലും കുട്ടികളോട് അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രൊഫഷൻ പോലും ദൈവം എന്നെ കൊണ്ട് തിരഞ്ഞെടുപ്പിച്ച് എന്നെ ആ ഒരു ജോലി മേഖലയിലേക്ക് വിട്ടതാണ്. അപ്പോൾ ഞാൻ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോയിട്ടുണ്ട്. ആ പ്രതിസന്ധികളൊക്കെ ഞാൻ മറികടന്നത് എന്നെ അത്രമേൽ തിരഞ്ഞെടുത്ത് സ്നേഹിക്കുന്ന ഒരാൾ എൻ്റെ കൂടെ ഉണ്ടെന്ന് ഉള്ള ഒരു വിശ്വാസമാണ്. ഞാനതാണ് പറഞ്ഞു ചേർക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഒരുപക്ഷെ ഞാൻ ഇങ്ങനെ ആയതുകൊണ്ട് ആകണമെന്നില്ല ദൈവം എന്നെ സ്നേഹിക്കുന്നത്. ഒരുപക്ഷെ എൻ്റെ ഞാൻ ചിന്തിക്കുന്ന ഒരു രീതി, അല്ലെങ്കിൽ ഒരുപക്ഷെ പഠിക്കാനുള്ളതിനേക്കാൾ ക്യൂരിയോസിറ്റി എനിക്ക് ദൈവത്തിൻ്റെ കാര്യങ്ങൾ കേൾക്കാനായിരുന്നു. പ്രത്യേകിച്ച് ഈ കോവിഡിൻ്റെ സമയത്തൊക്കെ എൻ്റെ ചില ദിവസങ്ങളിൽ ഞാൻ കേട്ട് തീർത്ത ടോക്കുകൾ അതിങ്ങനെ വാശി പോലെ ഞാൻ കേൾക്കുമായിരുന്നു. ബൈബിൾ റിലേറ്റഡ് ആയിട്ടുള്ള ടോക്കുകൾ, അല്ലാത്ത ടോക്കുകൾ, അത്രയും താല്പര്യത്തോടെയാണ് ഞാൻ കേൾക്കുക. ഡെയിലി കേട്ടോണ്ടേയിരിക്കും, ഡെയിലി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. ആ സമയത്തൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു. ബാത്റൂമിൽ കയറി നമ്മളൊക്കെ ഇയർഫോണൊക്കെ എടുത്ത് വെക്കും. ഞാൻ ഈ അന്ത്യകാല അഭിഷേകം എന്നുള്ള പാട്ട് കേട്ട് ശക്തമായിട്ട് എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കിട്ടിയിട്ടുണ്ട്. അതും ബാത്റൂമിൽ നിൽക്കുന്ന സമയത്താണെന്ന് കൂടി ഓർക്കണം. അതായത് നമ്മൾ ഏത് സാഹചര്യത്തിലാണെങ്കിലും അവിടെയെല്ലാം ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം മനസ്സിലാക്കാൻ എന്നെ പ്രേരിപ്പിച്ചൊരു പ്രധാനപ്പെട്ട ഘടകം മറ്റാരെക്കാൾ ഇവളെ ഞാൻ തിരഞ്ഞെടുത്ത് സ്നേഹിക്കുന്നു എന്നുള്ള ദൈവത്തിൻ്റെ വാക്കാണ്. അപ്പം ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യം, നമ്മൾ നിർത്തിപ്പോകുന്ന പല സ്ഥലങ്ങളിൽ നിന്നും ദൈവം തുടങ്ങാറുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ എന്നെ ആളുകൾ മാറ്റി നിർത്തുമ്പോൾ ഞാനിങ്ങനെ ആഗ്രഹിക്കാറുണ്ട്, എനിക്ക് ആ സ്ഥലത്തൊന്ന് നിൽക്കാൻ പറ്റിയായിരുന്നെങ്കിൽ, എന്നെ ആൾക്കാരൊന്ന് ശ്രദ്ധിച്ചായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാറുണ്ട്. ഞാൻ ഏത് പോയിന്റിൽ നിന്നാണോ ആ വേദന എടുത്തിട്ടുള്ളത് അതേ സ്ഥലത്ത് ദൈവം അതിങ്ങനെ കരുതി വെച്ച്, ദൈവത്തോട് പോലും ഞാൻ ചിലപ്പോൾ പറയാറില്ല, പക്ഷെ അത് കരുതി വെച്ചിട്ട് ദൈവം എനിക്ക് അതിന് സാഹചര്യം തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്, എനിക്ക് പറയാനുള്ളതും എന്നെ അത്രമേൽ സ്നേഹിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ്. നിങ്ങൾ വിളിച്ചാൽ നിങ്ങളുടെ ബെസ്റ്റ് കമ്പാനിയനായിട്ട് വരാൻ പറ്റുന്ന, നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളെയും ഇങ്ങനെ എന്താ പറയുക, ഞാൻ ഈ വേദന സഹിച്ചയാളല്ലേ, ആ വേദന എനിക്ക് മനസ്സിലാവില്ലേ എന്ന് നമ്മളോട് സ്നേഹത്തോടെ ചോദിച്ച് നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു തമ്പുരാനെയാണ്. അത് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു അസറ്റാണ്, നമ്മുടെ വലിയൊരു ധൈര്യമാണ്. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികൾക്കും അപ്പുറം ഇപ്പോൾ ചില ആളുകളൊക്കെ എന്നോടിങ്ങനെ വിവാഹത്തെക്കുറിച്ചൊക്കെ ചോദിക്കാറുണ്ട്. കല്യാണം കഴിക്കുന്നില്ലേ, ഭാവിയിൽ എന്ത് ചെയ്യും, മക്കളില്ലാതെ വന്നാൽ എന്ത് ചെയ്യും, ഭർത്താവില്ലാതെ വന്നാൽ എന്ത് ചെയ്യും, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളില്ലെങ്കിൽ എന്ത് ചെയ്യും, ആര് നോക്കും, അങ്ങനെയൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ മാത്രമാണ് ഞാൻ കേൾക്കുന്നത്. ഒത്തിരി ചോദ്യങ്ങൾ, ഒരുപാട് ആകുലതകളാണ് ഞാൻ കേൾക്കുന്നത്. അപ്പോഴൊക്കെ ആരോടും പറഞ്ഞില്ലെങ്കിലും കുരിശിലേക്ക് നോക്കിയിട്ട് നീ എനിക്കുണ്ടല്ലോ ദൈവമേ എന്ന് പറയാൻ എനിക്ക് സാധിക്കുന്നത് തമ്പുരാൻ ആ തിരഞ്ഞെടുത്ത് സ്നേഹിക്കുന്നത് കൊണ്ട് തന്നെയാണ്. ഇപ്പം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇനി ഈശോയായിട്ടുള്ളൊരു ബന്ധം ചോദിച്ചാൽ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ എൻ്റെ സങ്കടങ്ങൾ ഈശോയോട് പോലും പറയാറില്ല. കാരണം എനിക്കെപ്പോഴും വലിയ വേദന സഹിക്കുന്നൊരു വ്യക്തിയായിട്ട് ഈശോയെ തോന്നിയത്. അത് കുരിശ് മാത്രമല്ല, അല്ലെങ്കിൽ പീഡാസഹനം മാത്രമല്ല. ഇപ്പോൾ ഒന്ന് ജസ്റ്റ് സങ്കല്പിച്ച് നോക്കൂ, ഞാൻ ഈ കുഞ്ഞുനാളിൽ ഞാനിങ്ങനെ അപമാനിക്കപ്പെട്ട് വേദനിക്കപ്പെട്ട് രോഗിയായി കിടക്കുന്ന സമയത്ത് എൻ്റെ കട്ടിലിൻ്റെ ചോട്ടിൽ കൈയെല്ലാം കെട്ടി അഭിമാനത്തോടെ സഹിക്കുന്നീ എന്ന് പറയുന്ന ഒരു തമ്പുരാനായിരിക്കും അത്? ഒരിക്കലുമല്ല. എന്നേക്കാൾ ഏറെ വേദനയോടെ എൻ്റെ കട്ടിലിൻ്റെ ചോട്ടിലിരുന്ന് വിതുമ്പുന്ന ഒരു കർത്താവിനെ ഞാൻ കണ്ടിട്ടുള്ളൂ. ആ കർത്താവിനോട് എൻ്റെ എല്ലാ വിഷമങ്ങളും എനിക്ക് ഷെയർ ചെയ്യാൻ തോന്നില്ല. കാരണം ഈശോയ്ക്ക് സങ്കടമാവില്ലേ എന്നാണ് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുള്ളത്. പക്ഷേ ഞാൻ എടുത്തു വയ്ക്കുന്ന ഓരോ വേദനകളെയും ഓരോ കണ്ണുനീർത്തുള്ളികളെയും തമ്പുരാൻ എടുത്ത് കരുതി ഉള്ളം കയ്യിലെടുത്ത് സൂക്ഷിച്ച് വെക്കാറുണ്ടായിരുന്നു. അതിനുള്ള ഓരോ ദിവസവും എനിക്ക് തരുന്ന വ്യക്തമായ തെളിവുകളായിരുന്നു എൻ്റെ വിശുദ്ധ കുർബാനകൾ, എൻ്റെ കുമ്പസാരങ്ങൾ. കോവിഡ് കാലത്തൊക്കെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്, നമ്മുടെ ഓൺലൈൻ കുമ്പസാരമൊക്കെ അതിൻ്റെയൊക്കെ നമ്മൾ സാധ്യതകളെക്കുറിച്ച് ചിന്തിച്ചിട്ടുള്ളൂ, പക്ഷെ അത് അനുഭവിച്ച വ്യക്തിയാണ് ഞാൻ. നല്ലൊരു കുമ്പസാരം കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ചെറിയൊരു കാര്യം പോലും നമ്മളെ അസ്വസ്ഥതപ്പെടുത്താൻ തുടങ്ങും. ഏത് മൊമെൻറ്റിലാണോ നിനക്ക് മുട്ടുകുത്താൻ സാധിക്കുമെങ്കിൽ, ഞാൻ പലപ്പോഴും ബാത്റൂമിൽ നിന്നിട്ട് മുട്ടുകുത്തി നിന്ന് കുമ്പസാരിച്ചിട്ടുണ്ട്. ഞാൻ ഈശോയുടെ അടുത്തത് പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അത് തരുന്നൊരു റിലീഫ് ഭയങ്കരമാണ്. അതുകൊണ്ട്
എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറഞ്ഞാൽ തമ്പുരാൻ്റെ വ്യക്തമായ അടയാളങ്ങളായ വിശുദ്ധ കുർബാനയും ദിവ്യകാരുണ്യവും കുമ്പസാരവുമാണ്. അതിൽ നിന്ന് എനിക്ക് കിട്ടുന്ന എനർജി തന്നെയാണ് എന്നെ ഓരോ വർഷം മുൻപിലേക്ക് ഓരോ സാഹചര്യങ്ങളെയും മറികടക്കാൻ സഹായിക്കുന്നത്. പിന്നെ ഒരിക്കലും ഒരു ജീവിതത്തെ നമ്മൾ കാണുന്നത് ഒരു അത്ഭുതകരമായ ജീവിതമായിട്ടൊരിക്കലും പരിഗണിക്കരുത്. എനിക്കും പ്രതിസന്ധികൾ തമ്പുരാൻ തന്നിട്ടുണ്ട്. എൻ്റെ ചില സാഹചര്യങ്ങൾ എനിക്ക് മുൻപേ നടന്ന കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുന്ന ഒരു കർത്താവിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് വളരെ ഉത്സാഹത്തോടെ ഞാൻ അവിടെ എത്തുന്നതിന് മുൻപ് എനിക്ക് വേണ്ടി കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുന്ന ഒരു തമ്പുരാനുണ്ട്. ചില സമയത്ത് എൻ്റെ വിഷമങ്ങളിൽ നിസ്സംഗതയോടെ എന്നെ നോക്കിയിരിക്കുന്ന കർത്താവുണ്ട്. എനിക്ക് ഉത്തരം വേണം, പക്ഷെ എന്നോട് ഒന്നും പറയാത്തൊരു കർത്താവിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ചില സമയത്ത് കുരിശിൽ കടന്ന് ഏൽ ലാമ ശബക്താനി എന്ന് വിളിച്ച അതേ കർത്താവിൻ്റെ സാഹചര്യം ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. എൻ്റെ തമ്പുരാനെ ഞാൻ എവിടെയും കാണാതെ വന്നിട്ടുണ്ട്. എൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാതെ നീ എന്നെ ഒഴിവാക്കി കളഞ്ഞു പോയോ ദൈവമേ ഞാൻ വേദനയോടെ ചോദിച്ച സാഹചര്യങ്ങളുണ്ട്. പക്ഷേ ഇതെല്ലാം ജീവിതത്തിൻ്റെ ഫേസുകളാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം തമ്പുരാൻ്റെ വെട്ടിയൊരുക്കലുകളാണ്. നമ്മുടെ ഓരോ സാഹചര്യങ്ങളിലും മുറിക്കപ്പെട്ട് നമ്മളെ ഒരു നല്ല വിശുദ്ധിയുള്ളൊരു വ്യക്തികളായി മാണിക്യക്കല്ലുകൾ പോലെ ആക്കി തീർക്കാൻ വേണ്ടിയിട്ട് തമ്പുരാൻ തരുന്ന ഓരോ സാഹചര്യങ്ങളാണ്. പക്ഷെ അതിനെല്ലാം ഉപയോഗിക്കുക എന്നുള്ളത് ഓരോ വ്യക്തിയുടെയും ധർമ്മമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ ജീവിതത്തിനപ്പുറത്തേക്ക് എനിക്ക് ചിരിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും തമ്പുരാൻ തന്ന ഈ ഒരു കെയറിംഗ് ആണ്, തമ്പുരാൻ തന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഒരു പ്രശ്നത്തിലും നമ്മൾ പതറിപ്പോകരുത് എന്നാണ് എൻ്റെ ഒരു ചിന്താഗതി. കാരണം ഒരു വിഷമത്തിൽ നമ്മളിങ്ങനെ മനസ്സ് തളർന്നു പോകരുത്. എപ്പോഴും എല്ലാം ഓരോ പരീക്ഷണം നമ്മൾ പറയില്ലേ, ഒരു ടെസ്റ്റ് കഴിഞ്ഞാലേ നമുക്കൊരു അപ്ഗ്രേഡേഷൻ സംഭവിക്കത്തുള്ളൂ, അടുത്ത ക്ലാസ്സിലേക്ക് കിടക്കാൻ പറ്റത്തുള്ളൂ. ആ ടെസ്റ്റുകൾ നമ്മൾ പാസ്സാവണം. എന്നെ ബൈബിളിൽ എപ്പോഴും സ്പർശിച്ചൊരു വ്യക്തിയാണ് ജോബ്. അതായത് പരീക്ഷിക്കപ്പെടാൻ വേണ്ടി ദൈവം അനുവദിച്ച ഒരു വ്യക്തി. പക്ഷെ അദ്ദേഹത്തിന് അറിയില്ല താൻ പരീക്ഷിക്കപ്പെടാൻ പോവുകയാണെന്ന്. പക്ഷെ അദ്ദേഹം ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. സ്വന്തം ജീവിതം കൊണ്ട് ദൈവത്തിന് ഉള്ള വിശ്വാസം, ആ ട്രസ്റ്റ് കീപ്പ് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം. എനിക്ക് പല സാഹചര്യങ്ങളിലും അത് തോന്നിയിട്ടുണ്ട്. ദൈവം എന്തോ ഒരു വലിയ ഉത്തരവാദിത്വം എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവിടെ ഒരു സാഹചര്യത്തിലും ദൈവത്തിൻ്റെ മനസ്സ് തളർത്താനോ തമ്പുരാനിൽ എന്നുള്ള വിശ്വാസം കളയാനോ ഇടയാക്കരുതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുതന്നെയാണ് ഈശോയോട് ചേർന്ന് നടക്കണം എന്നുള്ള എൻ്റെ തീരുമാനത്തിൻ്റെയും ഒരു പ്രധാനപ്പെട്ട കാരണം. ഈശോയോട് ചേർന്ന് നടക്കുന്ന സമയത്ത് ബെനഫിറ്റ് അല്ല, ലാഭങ്ങളല്ല, അല്ലെങ്കിൽ ഒരു സൗഖ്യത്തിൽ ഒതുങ്ങുന്നതല്ല, സൗഖ്യത്തിനും അപ്പുറത്തേക്ക് ജീവിതം കൊണ്ട് സുവിശേഷം പ്രഘോഷിക്കണമെന്നാണ് പുതിയ കാലഘട്ടത്തിൻ്റെ ന്യൂജനായിട്ടുള്ള നമുക്ക് ഓരോരുത്തർക്കുള്ള ഉത്തരവാദിത്തം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസം ഒരു സ്റ്റേറ്റസിൽ വന്നതുപോലെ നമുക്ക് ആവശ്യമുണ്ട് സിനിമ കാണുന്ന, ജീൻസ് ധരിക്കുന്ന നല്ല ശക്തരായിട്ടുള്ള കർത്താവിൻ്റെ പോരാളികളെ. തീർച്ചയായിട്ടും നമ്മളൊക്കെ പുതിയ ജനറേഷൻ്റെ സ്വഭാവങ്ങളും പുതിയ ജനറേഷൻ്റെ ക്യാരക്ടറും ഉള്ള വ്യക്തികളാണ്. പക്ഷെ അവിടെ നമുക്ക് സുവിശേഷം പ്രഘോഷിക്കാൻ പറ്റും. ഒരുപക്ഷെ ഞാൻ ആയിരങ്ങളോട് അൾത്താരയിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷെ ക്ലാസ് മുറികളിൽ നിന്ന് വേദനിക്കപ്പെട്ട ഹൃദയങ്ങളെ ചേർത്ത് പിടിക്കുന്നിടത്തും ചെയ്യുന്നതൊരു സുവിശേഷമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദിവ്യകാരുണ്യമായുള്ളിൽ വായനീശുവേ, നവ്യഭോജ്യമായ നാവിൽ വാ പൊന്നീശോയേ, കുളിരേകും മഴ നീർ തുള്ളി മഞ്ഞിൽ ചേരുമ്പോൾ